इतनी छोटा पेंसिल। मार्की हेलो गाइस, गुड मॉर्निंग। गुड मॉर्निंग डा, गुड मॉर्निंग डा, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡാ. ഗുഡ് മോർണിംഗ് പറയണ്ട. ഇതിലേതാ പഠിക്കാനുള്ളത്? ഇതിലെ തെർമോമീറ്റർ. തെർമോമീറ്റർ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. കഴിഞ്ഞാടാ, കഴിഞ്ഞാടാ. ഇവിടെ വീട്ടിൽ രാവിലെ തന്നെ ട്യൂഷൻ തുടങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് ഈ ഒരു സ്ഥിരമായി വരുന്നൊരു മയിലുണ്ട് ഇവിടെ. അതിങ്ങനെ പീലി വിടർത്തി നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ പിള്ളേർക്ക് നമുക്കൊക്കെ കൗതുകമാണ് രാവിലെ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള. പിന്നെ നമ്മുടെ സിംബ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു പട്ടിക്കുട്ടിയാണ്. അങ്ങനെ ഞാൻ കുളിച്ച് അമ്പലത്തിൽ പോകാൻ നിൽക്കുവാണ്. അമ്പലത്തിൽ ഇന്ന് പ്രത്യേകം ഒരു വഴിപാടുണ്ട്. അപ്പോൾ അതിൻ്റെ പായസം വാങ്ങിക്കാനുള്ള പാത്രങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കാണാം. ഞാനിങ്ങനെ ചെറിയ ചെറിയ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ അമ്പലത്തിൽ വരുമ്പോൾ ഇത്ര നാളും നമ്മുടെ കണ്ണിൽ പെടാത്ത പല പൂക്കളും ചെടികളൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിൽ പകർത്താൻ തുടങ്ങിയത്. അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട്. പിന്നെ ഇതുപോലെ ചെറുനാരങ്ങ അല്ല, ഇതെന്തോ ഒരു ടൈപ്പ് ഓഫ് നാരങ്ങയാണ്, ചെറുനാരങ്ങയുടെ കിട്ട്. അങ്ങനെ അമ്പലത്തിൽ പോയി വന്നു, തിരിച്ചു വന്നു. ഇന്ന് നമ്മുടെ പണി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഭൂരിയാണ്. അപ്പോൾ അതിനുള്ള പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഈ പണി അവസാനിപ്പിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പരത്തിയിരുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. അപ്പോൾ അമ്മൂമ്മയുടെ കഷ്ണങ്ങൾ അരിയുന്ന തിരക്കിലാണ്. അങ്ങനെ ഞാൻ പോയിട്ട് എനിക്ക് കഴിക്കാനുള്ളത് എടുത്തിട്ട് ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം ട്യൂഷന് പോകാൻ. അങ്ങനെ നല്ല ചൂട് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം ഇങ്ങനെ പറക്കുവാണ്. അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഉച്ചയ്ക്ക് 1:30 സമയത്താണ് ഇവിടെ പേരക്ക കുറേ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം മതിലിന് മേലെ കയറി നിന്നിട്ട് ഈ പേരക്ക പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. തോട്ടി കൊണ്ടൊന്നും കിട്ടില്ല, നമ്മൾ ഈ പറയുന്ന പോലെ കൈ കൊണ്ട് തന്നെ എത്തിച്ച് പൊട്ടിക്കണം. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ അതും കഴിഞ്ഞ് ഇനി ഊണ് കഴിക്കണം. അങ്ങനെ അതും കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുന്ന തിരക്കിലാണ്. അമ്മ പറഞ്ഞത് എന്തായാലും വീഡിയോ എടുക്കല്ലേ, ഈ പൂക്കളുടെയും ചെടികളുടെയൊക്കെ വീഡിയോ എടുത്തോളാൻ. കാരണം അമ്മയ്ക്ക് ഇതൊക്കെ താല്പര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതെടുത്ത് ഇതാണ് നമ്മളിപ്പോൾ പൊട്ടിച്ച പേരക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യമുണ്ട്, കുറേ ഉണ്ട്. അതിലൊക്കെ ചിലതൊക്കെ വലിയൊരു പഴുപ്പായിട്ടില്ലെങ്കിൽ കൂടി ഒരു 10-12 എണ്ണം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് വല്ലാതെ പഴുക്കാന്നുണ്ടെങ്കിൽ വവ്വാല് കൊത്തിപ്പോവും. അങ്ങനെ ഊണ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഇനി നേരെ ട്യൂഷനിലേക്കാണ്. ട്യൂഷൻ ഇപ്പോൾ 2:30 തുടങ്ങിയ പിന്നെ സാധാരണ പോലെ തന്നെ 9:30 വരെയാണ്. ഇപ്പം ഏകദേശം 3 മണിയായി. 3 മണിക്ക് ആക്കിയതാണ് ഞാൻ. അടുത്ത് പറയും. 44 തെറ്റിച്ചു. എടാ 54 അല്ലടാ, 54 വരിക. 54 എന്ന് പറഞ്ഞാൽ ഇതന്നെ 54. അടുത്ത എടുക്കടാ. യൂസ് ഓഫ് ഡ്രൈ സെൽസ് ഇൻ എ ടോർച്ച്. ടോർച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈ സെൽസ് ആണ്. ഇപ്പം ഈ പറഞ്ഞ സ്ട്രക്ചറിലുള്ള ഡ്രൈ സെല്ലുകളാണ് നമ്മൾ ടോർച്ചിൽ ഉപയോഗിക്കുക. 2 അവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ അതിന്റെ ഓപ്പോസിറ്റ് ചാർജാണ് വരേണ്ടത്. മീൻസ് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അടുത്ത സെല്ലിന് എന്ത് വരണം? അവിടെ നെഗറ്റീവ് ചാർജ് വരണം. പിന്നെ അതിന്റെ പോസിറ്റീവ് എൻ്റെ ഇവിടേക്ക് വന്നിരിക്കും അല്ലേ? അങ്ങനെയല്ല നമ്മളിവിടെ നേരെ തിരിച്ച് ഒരേ ചാർജ് വരണ ഒരേ സൈഡുകൾ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക? മീൻസ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം അതിന്റെ തൊട്ട് പുറകിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം തന്നെ കിട്ടും. എന്തുണ്ടാവുക? വർക്കാവില്ല. ചാർജിന് ഫ്ലോ ഉണ്ടാവില്ല അവിടെ. ये वाला ये इसके तो आज शामत पड़ गई. पाव है, एक पाव आदमी है. पाव आदमी वो अच्छा आदमी नहीं है. अच्छा आदमी नहीं है. अच्छा है. नहीं नहीं तो हिंदी भी नहीं आता और तू बांग्लादेश से भी नहीं. मुझे हिंदी आता है. झूठ बोल रहा है. मुझको हिंदी आता है. ये झूठ ही बोल रहे हैं.
अरे भाई ये पढ़ो. Your name is Prem, right? Yes, my name is Prem. What is your name? My name is Bhagat Srihari. What's your age? My age is 13. My age is 10. Oh, I see. But still speaks better English than So you speak English? Yeah, you are not there. നീ എന്താ പഠിക്കാൻ പോണ? ജർമ്മനാ? ഇതുകൂടി ഞാൻ പിടിച്ചു. ചക്കൻ ജർമ്മനിൽ പഠിക്കും, ജർമ്മൻ പഠിക്കാൻ പോവാ. നിന്നെ ഞാൻ വൈറലാക്കും. നാളെ പഠിച്ചിട്ട് വരുമോ ജർമ്മൻ? ജർമ്മൻ പഠിക്കണ്ട. ദിവനെ പഠിപ്പിക്കണം നിന്നെ ജർമ്മൻ. 15,000 രൂപ. നിന്നെ പഠിപ്പിക്കാൻ നമ്മള് പുതിയ ഇതോടെ നമ്മൾ കേട്ടോ വിഷയം തുടങ്ങാൻ പോവാണ്. പുതിയത് പഠിപ്പിക്കാനായിട്ട് ജർമ്മൻ പഠിപ്പിക്കുന്ന സാറ് ഭരത്. ഫീസ് പപ്സ് ഇവന് പ്രൊമോഷൻ കൊടുക്കേണ്ടി വരുമോ? അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. ഓ പുതിയ